എന്തുകൊണ്ട് ടെക്നിക്കൽ അനലൈസിങ് പഠിക്കണം? ടെക്നിക്കൽ അനലൈസിങ് പഠിച്ചുകൊണ്ട് സാധാരണക്കാരന് എന്താണ് ബെനിഫിറ്റ്? ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാനും ബിഗിനറായിരുന്നപ്പോൾ വിചാരിച്ചിരുന്നത് ന്യൂസ് ബേസ്ഡ് ആയിരിക്കും, അതിനുശേഷം ഫണ്ടമെൻ്റൽ അനലൈസിങ് ആയിരിക്കും. സോ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടെക്നിക്കൽ അനലൈസിങ് പഠിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ട്രേഡിംഗ് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. സോ ടെക്നിക്കൽ അനലൈസിങ് പഠിച്ചതിന് ശേഷം ചെയ്തിട്ടുള്ള ചില ട്രേഡുകളുടെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അതൊന്ന് നോക്കിക്കോളൂ. സോ ഇതൊരു ടെക്നിക്കൽ അനലൈസിങ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഒരു ഫ്ലാഗ് പാറ്റേൺ. സോ ഫ്ലാഗ് പാറ്റേണിൽ കൃത്യസമയത്ത് നമ്മൾ ബൈ ചെയ്യാനും ടാർഗറ്റിന് മുൻപ് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനും സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതേപോലെയാണ് ഏത് പാറ്റേൺ പഠിച്ചാലും, അതുപോലെ തന്നെ ഏത് ചാർട്ട് അനലൈസ് ചെയ്യാനും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും നമുക്ക് സിമ്പിളായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൃത്യമായി ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എക്സിറ്റ് അടിച്ച് പുറത്തു വരാനും നമുക്ക് സാധിക്കും. സോ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ബിറ്റ്കോയിൻ്റെ വീക്ക് ചാർട്ടാണ്. ആക്ച്വലി 63,000 മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മളൊരു ഫ്ലാഗ് പാറ്റേണിൻ്റെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 1,01,737 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പോയിന്റിലേക്ക് അതിൻ്റെ പകുതി ടൈം പീരീഡിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ചാർട്ട് പാറ്റേൺ പഠിച്ചാലുള്ള ഗുണം, ടെക്നിക്കൽ അനലൈസിങ് പഠിച്ചാലുള്ള ഗുണം. അടുത്ത എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു എം പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ എം പാറ്റേണിൽ നമ്മൾ ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നാൽ ഈ ഒരു ടൈം വരെ നമ്മൾ കാത്തിരിക്കണം. എം പാറ്റേണാണെന്ന് വിചാരിച്ച് ഈ ഒരു പീരീഡിൽ നമ്മൾ പോയിട്ട് താഴേക്ക് വരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സെല്ല് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു ടൈം പീരീഡ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ കൃത്യമായി ഇവിടെ വന്ന് തിരിച്ച് റീട്രേസ്മെൻറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. സോ ഈ നെക്ക് ലൈനിന് മുകളിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും സാധിക്കും. ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് 2,644 നമുക്ക് കൃത്യമായി നമുക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു എം പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ ഒരു സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ കയറി ഒരു പാറ്റേണിൽ നിന്ന് നെക്സ്റ്റ് പാറ്റേണിലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇതൊരു എം പാറ്റേൺ ആക്ച്വലി ഫെയിലായി. ഈ ഒരു പീരീഡിൽ എം പാറ്റേൺ വരേണ്ടതായിരുന്നു, പക്ഷേ എം പാറ്റേൺ വന്നില്ല. കണ്ടോ, ഈ ഒരു പീരീഡിൽ എം പാറ്റേൺ വന്നില്ല, പക്ഷേ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഈ എം പാറ്റേണിൽ നിന്ന് നെക്സ്റ്റ് പാറ്റേണിലേക്ക് ഫോം ചെയ്തു ഒരു ഫ്ലാഗ് ഫോം ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് എങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു പീരീഡ് കണ്ടോ, ഫ്ലാഗ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് ടാർഗറ്റ്. ഇതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ കൃത്യമായി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഒരു പാറ്റേണിൽ നിന്ന് നെക്സ്റ്റ് പാറ്റേണിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എം പാറ്റേണും പഠിക്കണം, ഫ്ലാഗും പഠിക്കണം. എന്നാലാണ് നമുക്ക് ഇതൊരു അച്ചീവ്മെൻറ്റ്. സോ ഈ ഏരിയയിൽ ടാർഗറ്റ് ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡറാണ് ഇവിടെ വന്നിട്ടുള്ളത്. പോരാത്തന്നെ ഒരു ഫ്ലാഗും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആണ് ഇത് ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വരും എന്നുള്ളത് കൺഫേം കേസാണ്. സോ നമ്മളതിൽ ടാർഗറ്റ് എവിടെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, ഫോർത്ത് ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഓർഡറിൽ നമ്മൾ വെക്കണം. ആ വെച്ചതിന് ശേഷം അച്ചീവ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, കൃത്യമായി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് ഒരു ചാർട്ട് പാറ്റേൺ പഠിച്ചാലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതാണ് ടെക്നിക്കൽ അനലൈസിങ് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. അതാണ് സിമ്പിളായിട്ട് റിസ്ക് ഇല്ലാതെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് ബിറ്റ്കോയിൻ്റെ 1 ഡേ ചാർട്ടാണ്. ഒരു ഡബ്ല്യു പാറ്റേൺ വന്നു, റീട്രേസ്മെൻറ്റിൻ്റെ ടൈമാണ്. സോ സിമ്പിളായിട്ട് റീട്രേസ്മെൻറ്റ് തന്നെ ഒരു $5,000 താഴേക്ക് വന്നിട്ടുള്ളത്. ഇത് ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ്, 4 hour ചാർട്ടാണ് വരച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഗ്രീൻ ലൈൻ കാണുന്നത് ഇപ്പം നമ്മൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ കണ്ടുണ്ടാവും. ഗ്രീൻ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വിട്ടു പോവുക, റെഡ് സിഗ്നൽ കണ്ട് സ്റ്റോപ്പ് ചെയ്യുക, യെല്ലോ കണ്ടു കഴിഞ്ഞാൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു പോളിസിയിലാണ് നമ്മൾ ഇതിനകത്ത് 3 ടൈപ്പ് കളർ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യും, ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ ബൈ ചെയ്യും. സോ ഒരു ഗ്രീൻ ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത്. സോ ശരിക്കും എടുക്കേണ്ടത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ചുവടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ റെഡ് ലൈനിൽ കൊണ്ട് നമുക്ക് ടാർഗറ്റ് എക്സിറ്റ് അടിക്കാനും നമുക്ക് സാധിക്കും. എന്താണ് മാർക്കറ്റിൽ ഇതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഗോൾഡാണേ. ശ്രദ്ധിച്ചു നോക്കിയേ, ആ പറഞ്ഞിരുന്ന ടൈം കൊണ്ട് തന്നെ കൃത്യമായി ആ ഒരു പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് വന്ന് നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാൻ സാധിച്ചാൽ ഇവിടുന്ന് സെക്കൻഡറി ബൈയിങ്ങും ഇവിടുന്നും ചെയ്യാം. ക്ലിയർ? സോ ഇവിടെ ടാർജറ്റ് ഉണ്ട്. ടാർജറ്റിന് ഒരു 80% എത്തുന്നതിന് മുൻപ് തന്നെ നമ്മളിവിടെ വെച്ച് നമ്മൾ സെല്ല് ചെയ്യണം. നമ്മൾ ഈ 100% വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് നമ്മളെ കൊണ്ടങ്ങ് പോകുന്നത്. സോ 80% നമ്മൾ ബുക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങണം. കാരണം പല ആൾക്കാർക്കും ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം കാണും തോറും പ്രോഫിറ്റ് കൂടും തോറും ആർത്തി കൂടും. സോ ആർത്തി ലോസിലെ അവസാനിപ്പിക്കുകയുള്ളൂ. ചിലവർക്ക് ഭയങ്കര ഭയമായിരിക്കും, എവിടെ എടുക്കണം എന്നുള്ള ഭയമായിരിക്കും. സോ ഈ കയറിപ്പോകുന്നതിൻ്റെ തുമ്പത്ത് പോയിട്ടായിരിക്കും ചിലർ പോയിട്ട് മേടിക്കുക. അവിടുന്ന് അല്പം ഇത് മുകളിലേക്ക് കാണിക്കുമായിരിക്കും, പക്ഷേ അതേപോലെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഇത് പലർക്കും ഇത് അറിയത്തില്ല. ട്രേഡിങ് ശരിയായ രീതിയിൽ പഠിക്കത്തില്ല. ഓരോരുത്തരുടെ ടിപ്പ് വാങ്ങിച്ചിട്ട് ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത്. ട്രേഡിങ് കൃത്യമായി ചാർട്ട് അനലൈസ് ചെയ്യാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡിങ് ലൈഫിൽ വിജയിക്കാൻ പറ്റും. ട്രേഡിങ് ശരിയായ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാം.